ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ ഉണ്ടായത് അത് ബംഗളൂരുവിൽ മതിലിടിഞ്ഞുണ്ടായ അപകടം. അതിൽ മരിച്ച എറണാകുളം രാമമംഗലം സ്വദേശികളായിട്ടുള്ള സ്മിത, രഘു, ലത എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. രാമമംഗലം പഞ്ചായത്ത് കാര്യാലയത്തിൽ പൊതുദർശനം നടക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം. ഡാനി പോൾ അതിൻ്റെ വിവരങ്ങൾ നൽകും. എന്താണ് ബംഗളൂരുവിൽ വിനോദയാത്രയ്ക്ക് വേണ്ടി പോയ സംഘത്തിലെ അംഗങ്ങളാണ്, കുടുംബശ്രീ പ്രവർത്തകരാണ്. അവർ അമൃതം പൊടി ഉണ്ടാക്കുന്ന യൂണിറ്റിൽ നിന്ന് അവർ ഏതാണ്ട് 50-ലേറെ പേർ അവർ യാത്ര ചെയ്തു. പക്ഷേ അതിൽ വലിയൊരു അപകടത്തിലേക്ക് പോകുമെന്ന് ആദ്യമായി വിമാനത്തിൽ കയറിപ്പോയതിൻ്റെ ആവേശമൊക്കെയായിരുന്നു. പക്ഷേ മടക്കം അത് അതിദാരുണമായി. സന്തോഷത്തോടെ പോയ അവർ അതിൽ 2 പേരെ ജീവനറ്റ രീതിയിലാണ് തിരികെ നാട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ രാമമംഗലത്ത് അവിടെ പൊതുദർശനം നടക്കുകയാണ്. 2 പേരും അടുത്തടുത്ത് തന്നെ, കോട്ടപ്പുറം സ്വദേശി ഒരാൾ, അടുത്തയാൾ കിഴിമുറി. ഈ 2 അടുത്തടുത്ത സ്ഥലങ്ങളാണ് രാമമംഗലത്തിന്. അപ്പോൾ രാമമംഗലത്ത് ഇപ്പോൾ പഞ്ചായത്ത് കാര്യാലയത്തിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഒരുപാട് നാട്ടുകാർ അവിടെ, ഒരുപക്ഷെ കൂടെ ജോലി ചെയ്യുന്നവർ, ഒപ്പം ആ വിനോദയാത്രയ്ക്ക് പോയവരൊക്കെ അവർക്ക് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തി നിൽക്കുന്നു. രാമമംഗലത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് അവർ വിനോദയാത്ര പോയതാണ്. അപ്പോഴാണ് വലിയ മഴയിൽ ആ മതിലിടിഞ്ഞ് വീഴുകയും ഇങ്ങനെ ആ തെരുവ് കച്ചവടക്കാരുൾപ്പെടെയുള്ളവരുടെ ദേഹത്തേക്ക് ആ മതിലിടിഞ്ഞ് വീണ് അതിൽ പെട്ടുപോയതാണ് അവർ 2 പേർ. ഡാനി പോൾ രാമമംഗലത്തും ചേരുന്നുണ്ട്. ഡാനി, അങ്ങേയറ്റം ദുഃഖകരമായിട്ടൊരു അന്തരീക്ഷമാണ്, സാഹചര്യമാണ് രാമമംഗലത്ത് നിന്ന്. അവിടുത്തെ ചെറിയ 2 പ്രദേശങ്ങൾ, കിഴിമുറി, കോട്ടപ്പുറം, ഇവിടെ നിന്ന് ആദ്യമായി വിമാനത്തിലൊക്കെ കയറി ബംഗളൂരുവിലെത്തി അവിടെ സന്തോഷകരമായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു അപകടം നേരിടുന്ന സാഹചര്യമാണ്. എപ്പോഴാണ് നാട്ടിലേക്ക് എത്തിച്ചത്, സ്വന്തം മണ്ണിലേക്ക്? സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോൾ ആരംഭിക്കും? എൽദോ, അല്പസമയം മുൻപാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഒരു നാടൊന്നാകെ വന്ന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അല്പസമയം മുമ്പ് അന്തിമോപചാരം അർപ്പിച്ചു. അതോടൊപ്പം തന്നെ അനൂപ് ജേക്കബ്, സിറ്റിംഗ് MLA അനൂപ് ജേക്കബ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു ഗ്രാമീണ മേഖലയാണ് രാമമംഗലം. ഈ പ്രദേശത്തുകാർക്ക് വളരെ സുപരിചിതയായ 2 പേര്, ലേഖയും സൗമ്യയും, 2 പേരും വളരെ അടുത്ത പരിചയമുള്ളവർ. കുടുംബശ്രീയിലൂടെ എല്ലാം തന്നെ വളരെ അടുപ്പമുള്ള 2 പേരാണ്. അവർക്ക് നാട്ടുകാരെ എല്ലാവരെയും തന്നെ നേരിട്ട പരിചയമുള്ളവർ എന്ന് തന്നെയാണ് പലരും പറയുകയും ചെയ്യുന്നത്. അത് നേരത്തെ എൽദോ ഇതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തീർത്തും ഒരു ഗ്രാമീണ സാഹചര്യത്തിൽ നിന്ന്, പിന്നോക്ക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒരു വിനോദയാത്ര എന്നതെല്ലാം തന്നെ പറയുമ്പോൾ കൂടുതൽ അത് വിമാനമാർഗമെല്ലാം ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമെന്നതെല്ലാം വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ഇവിടെ നിന്ന് രാവിലെ പുറപ്പെടുന്നു, കൊച്ചി വഴി ബംഗളൂരുവിലേക്ക് എത്തുന്നു. ആ സമയം അത്രയും അവരുടെ സന്തോഷത്തിൻ്റെ ആ ഒരു സ്വപ്നയാത്രയുടെ ചിറകിൽ തന്നെയായിരുന്നു അവരെല്ലാവരും. 56 പേരടങ്ങുന്ന ഒരു യാത്രാ സംഘമാണ് ഉണ്ടായിരുന്നത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന്, കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 56 പേരായിരുന്നു. ഒരു പഠനയാത്ര എന്ന രീതിയിൽ ക്രമീകരിക്കപ്പെട്ടതായിരുന്നു ഇത്. ഇവിടെ ഈ അമൃതം ഫുഡ്സ് എന്ന് പറയുന്ന ഒരു പാക്കിംഗ് യൂണിറ്റിലെ ജീവനക്കാരായിരുന്നു, അതുമായി പ്രവർത്തിച്ചിരുന്നവരായിരുന്നു ഇവിടെ നിന്ന് പോയ ഈ ഇരുവരും, സൗമ്യയും അതോടൊപ്പം തന്നെ ലതയും എല്ലാം അവരുൾപ്പെടുന്ന 6 പേരായിരുന്നു ഇവിടെ നിന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ എത്തി കുറച്ച് സമയത്തിന് ശേഷം തന്നെ കനത്ത മഴയിലേക്കെല്ലാം തന്നെ, ബാംഗ്ലൂരിൽ കനത്ത മഴയുടെ പിടിയിലേക്കെല്ലാം തന്നെയാകുന്നു. പിന്നീട് ഈ ഷോപ്പിങ്ങിന് വേണ്ടി പലരും പല ഗ്രൂപ്പുകളായിട്ട് ചിതറി. ഇതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. വലിയ മതിൽക്കെട്ട് ഇടിഞ്ഞ് വീഴുന്നു. ഇവരുൾപ്പെടെ 7 പേരാണ് മരണപ്പെട്ടത്. 2 പേർ യാത്രാ സംഘത്തിലുള്ളതും അതോടൊപ്പം തന്നെ 3 പേര് ഇവർക്കൊപ്പം ഈ സംഘത്തിലുണ്ടായിരുന്നവരുമാണ്. 3 പേര് ഉണ്ടായിരുന്നവർ. അവരുടെ പരിക്ക് ഒരാളുടേതൊഴികെ ഒരാളുടെ മാത്രം ഗുരുതരമാണ് എന്നത് പറയുന്നു. അവരുടെ ബന്ധുക്കൾ ഇതിനകം തന്നെ ഇവിടെ ബംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്. നാട്ടിലേക്ക് കൊണ്ടുപോരാൻ കഴിയുന്ന ഒരു സ്ഥിതിയല്ല ഇപ്പോൾ അവരുടേതെന്ന് പറയുന്നു. ഇതിനുശേഷമാണ് 2 പേരുടെയും, സൗമ്യയുടെയും ലതയുടെയും എല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കുകയും
തുടർന്ന് ഇങ്ങോട്ട് വളരെ പെട്ടെന്ന് കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് രാമമംഗലം പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലെ പൊതുദർശനമാണ്. ഒരുപക്ഷെ എത്രയോ കാര്യങ്ങൾക്കായി അവരിരുവരും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പടവുകൾ കയറി ഇറങ്ങിയിട്ടുണ്ടാകും. എത്രയോ പരിചിതമായ മുഖങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാകും. അവിടെയാണ് തീർത്തും അപ്രതീക്ഷിതമായി ഇപ്പോൾ അന്ത്യയാത്ര പറയാനായിട്ട് ഇരുവരും എത്തിയിരിക്കുന്നത്. വളരെ നടുക്കവും ഈ ജീവിതത്തിൻ്റെ ഒരു അനിശ്ചിതത്വവും എല്ലാം തന്നെ ഈ ഇവിടെയുള്ള എല്ലാവരുടെയും തന്നെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. കാരണം ഈ അടുത്ത ദിവസം വരെയും വളരെ സജീവമായിട്ട് തന്നെ ഇടപെട്ടിരുന്ന ആളുകൾ തന്നെ, വളരെ അടുത്തറിയാവുന്ന ആളുകൾ, അവരാണ് ഇപ്പോൾ ചേതനയേറ്റ ശരീരങ്ങളായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എത്ര അപ്രതീക്ഷിതമായ ദുരന്തമാണ് എൽദോ. കാരണം ഇവിടെ നിന്നൊരു വിനോദയാത്ര പോകുക, അവിടെ ഉണ്ടാകുന്ന വലിയ മഴയിൽ അവർ അകപ്പെടുക, അതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മളെല്ലാം ഈ മഴയത്തും കാര്യത്തുമെല്ലാം തന്നെ എത്രയോ ഒരു തണൽ തേടി അല്ലെങ്കിൽ ഒന്ന് മഴ കൊള്ളാതിരിക്കാൻ മാറി നിന്ന് എവിടെയെല്ലാം അഭയം തേടുന്നവരാണ്. അതുപോലെ തന്നെയുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഇവർ മാറി നിൽക്കുന്നത്. പക്ഷേ കനത്ത കരിങ്കൽ മതൽക്കെട്ട് ഇടിഞ്ഞു വീഴുകയായിരുന്നു. 7 പേരാണ് മരണമടഞ്ഞത്. 6 വയസ്സുകാരനുൾപ്പെടെ 7 പേര് മരണമടഞ്ഞു. ഇതിൽ 2 മലയാളികൾ കൂടി, ഇവിടെ നിന്നുള്ള യാത്രാ സംഘത്തിൽ ഉൾപ്പെട്ട 2 മലയാളികൾ കൂടി അതിൽ പെടുന്നു എന്നതാണ്. ഇവിടെ കണ്ടുപോകുന്നവരുടെ മുഖങ്ങളിലുള്ള സങ്കടവും വേദനയും എല്ലാം തന്നെ നമ്മൾക്ക് തൊട്ടറിയാനായിട്ട് സാധിക്കും. ഇവരുടെ ഇനി ഈ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം 2 പേരുടെയും വീടുകളിലേക്ക് കൊണ്ടുപോകും. സൗമ്യയുടെ വീട്ടിൽ കാത്തിരിക്കുന്ന 3 പെൺമക്കൾ അടങ്ങുന്ന ഒരു കുടുംബമാണ്. അത് ഒന്ന് ജീവിതത്തിലേക്ക് നടന്ന് തുടങ്ങിയിട്ടേയുള്ള ഒരു കുടുംബം. ഭർത്താവ് നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹം എന്താണ് അദ്ദേഹം തന്നെ പറയുന്നത്, എനിക്ക് എന്തെല്ലാം പറയണമെന്ന് പോലും അറിയില്ല, അത്ര കണ്ട് എനിക്ക് നില നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ജീവിതത്തിൻ്റെ ഒരു അത്താണിയായിരുന്ന ഒരാളാണ് കടന്നു പോകുന്നതെന്ന് പറയുന്നു. മൂത്ത മകൾ സൗദിയിൽ നഴ്സാണ്. അവരെ ഇന്ന് തിരികെ എത്തിയിട്ടുണ്ട്. കോഴിക്കോടെത്തി അവിടെ നിന്ന് വാഹനത്തിൽ ഇവിടേക്ക് കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ആൾക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജോലിയുണ്ട്. ഏറ്റവും താഴെയുള്ള ആൾ വിദ്യാർത്ഥിയാണ്. അങ്ങനെ 3 പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണി എന്ന് പറയാവുന്ന ഒരാളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ലത അവിവാഹിതയാണ്. വിവിധ ചില രോഗങ്ങൾ അവർക്ക് ഉണ്ട് എന്നതാണ് ഒരു കുടുംബത്തിൽ നിന്ന് പറഞ്ഞത്. അങ്ങനെ രോഗം അലട്ടുന്ന ഒരാളാണ്. സഹോദരന്മാർക്കൊപ്പം കഴിഞ്ഞു പോകുന്ന ഒരാൾ. അതിനിടയിൽ തൻ്റെ വൈഷമ്യങ്ങൾക്കിടയിൽ, തൻ്റെ രോഗാവസ്ഥയ്ക്കിടയിൽ തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു യാത്ര പോകുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും ചേർത്ത് വയ്ക്കാവുന്ന സന്തോഷകരമായ ഒരു നിമിഷങ്ങളും ദിവസവുമൊക്കെ ആകുമായിരുന്ന യാത്രയാണ് ഈ രീതിയിൽ തീർത്തും അപ്രതീക്ഷിതമായി അവസാനിക്കുന്നത്. ഒരു മഴ പെയ്ത ബംഗളൂരുവിൽ അത് വല്ലാത്ത ദുരിതങ്ങൾ തീർത്തുകൊണ്ട് അടങ്ങുമ്പോൾ അതിനൊപ്പം 2 ജീവിതങ്ങൾ കൂടി അവിടെ കേരളക്കരയിൽ നിന്ന് നാട് കാണാൻ പോയ 2 പേർ കൂടി ഇല്ലാതാവുന്നു എന്നതാണ്. 7 മരണങ്ങൾ സംഭവിച്ച എല്ലാ മരണങ്ങളും സങ്കടകരം തന്നെയാണെങ്കിലും നമ്മൾ നേർക്കുനേർ കാണുന്നത് ഈ 2 പേരെയാണ്. ഇവരുടെ ചേതനയേറ്റ ശരീരങ്ങൾ നമുക്ക് കാണാം. മൃതദേഹത്തിന് മുകളിൽ അലച്ച് കരയുന്ന ബന്ധുക്കളെ, കുടുംബത്തെ എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ 4 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകളടക്കം നടക്കുന്നത്. ലതയുടേത് അവരുടെ ഒരു കുടുംബ ശ്മശാനത്തിലാണ് ചടങ്ങുകൾ നടക്കുക എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. സൗമ്യയുടേത് ഇവിടെ അടുത്തുള്ള ഒരു പൊതു ശ്മശാനത്തിൽ 4 മണിയോടുകൂടി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ നാട് ഒന്നടങ്കം അവർക്ക് യാത്ര പറയുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു. കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. അവർക്കൊപ്പം പ്രവർത്തിച്ചവരാണ്. കുടുംബശ്രീ യൂണിറ്റുകളിലും അല്ലാതെയും എല്ലാം തന്നെ പ്രവർത്തിച്ചവരാണ്. വിതുമ്പലടക്കാൻ പാടുപെടുന്ന സ്ത്രീകളെ എല്ലാം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കലങ്ങിയ കണ്ണുമായി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവസാനമായി കണ്ട് യാത്ര പറയുന്നതിന് വേണ്ടി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരെയാണ്. രാമമംഗലത്ത് ഈ പഞ്ചായത്ത് കാര്യാലയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയൊരു വേദനയുടെ മുനമ്പായി മാറുകയാണ്. ഇവിടേക്ക് ഇരുവർക്കും യാത്ര പറയാൻ വേണ്ടി വന്നെത്തുന്നവരുടെ ഒരു കൂട്ടം, ഒരു ജനസഞ്ചയം മാത്രമാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം അവർ പരസ്പരം കൈപിടിച്ച് കണ്ണിൽ നോക്കി നടന്നു പോകുന്ന കുറേയധികം പേർ. ഇന്നലെ വരെ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന 2 പേർ തീർത്തും അവിശ്വസനീയമായ രീതിയിൽ നഷ്ടപ്പെട്ടു എന്നതാണ് ഇപ്പോഴും ആ വേദനയും വാർത്തയും ഉൾക്കൊള്ളാൻ കഴിയാത്തവർ തന്നെയാണ് എൽദോ, ഇവിടെയുള്ള ഈ ചുറ്റുപാടുമുള്ളവർ.
ഉറപ്പായും രാമമംഗലം അത് വളരെ ചെറിയൊരു പ്രദേശമാണ്. പിറവത്തിനും കോലഞ്ചേരിക്കും ഒക്കെ ഇടയിലായി കിടക്കുന്നു. അവിടെ ഇപ്പോൾ ആ രാമമംഗലം ആ ചെറിയ കവലയ്ക്ക് നടുവിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ അവിടെ ഒരു സങ്കടപ്പുഴ ഒഴുകുകയാണ്. അവർ 5 പേർ ഒരുമിച്ചായിരുന്നു യാത്രയിലുടനീളം. രാമമംഗലത്തുകാരായിട്ടുള്ള 5 പേർ, അതിൽ 2 പേരാണ് ഇപ്പോൾ മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. മറ്റുള്ളവർ അവിടെ അടുത്തുള്ള ബസലിക്കയിലായിരുന്നു, സെൻറ്റ് മേരീസ് ബസലിക്കയിൽ. ഇവർ ഷോപ്പിങ്ങിനായി പോയതാണ്. അപ്പോഴാണ് മഴ പെയ്തപ്പോൾ ആ വഴിയോര കച്ചവടക്കാർ കെട്ടിയിരുന്ന ടാർപോളിന് താഴെയിലേക്ക് പോയി നിൽക്കുന്നത്. അപ്പോഴാണ് ആ മതിലിടിഞ്ഞ് അവരുടെ ദേഹത്തേക്ക് പതിക്കുന്നത്. ആശുപത്രിയുടെ മുറ്റത്ത് തന്നെയാണ്. അവിടെ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ഈ 2 മലയാളികൾ ഉൾപ്പെടെ 7 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. രാമമംഗലത്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സങ്കടക്കടലായി അവിടെ നിൽക്കുന്നു രാമമംഗലം ഒന്നാകെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.